ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞങ്ങളപ്പം ഇന്ന് ചിക്കന് ഹള്ളി അങ്ങനെ എന്താണ്ടാണ് അവിടെയുള്ള ഒരു കയാക്കിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം സമയം രാവിലെ ഒരു 7 മണിയോട് അടുക്കാറായി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഗ്യാങ് കൊണ്ട് കാണിച്ചു തരാം. സി, ആ ബാഗ് ഇട്ടുകൊണ്ട് പോണത് അണ്ണുമാണ്. അതിൻ്റെ നടുക്ക് പാപ്പൻ, അതിൻ്റെ പൊക്കമുള്ളതാണ് രഞ്ജയത്ത്. ഓ മൈ ഗാഡ്. സ്നെറ്റ്ലി ലിനുവിന് വരാൻ പറ്റില്ല, അവന് ഇന്ന് ജോലി ഉള്ളതുകൊണ്ടേ ഞങ്ങൾ 4 പേരും കൂടെ രാവിലെ 5:30 ആയപ്പോൾ രഞ്ജിത്ത് 5:30 ആയപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചെണ്ണിപ്പിച്ചിട്ട് 5:30 ആയപ്പം ഞങ്ങൾ ഇവിടെ കയാക്കിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ എൻട്രൻസ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതോ അണ്ണുവാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ ലാപ്പ് ബാഗിലാക്കിയിട്ട് വണ്ടിയിലിരുന്ന് പണിയെടുക്കുമായിരുന്നു. നടന്നു പോകണ്ടില്ലേ. ഇതോ അവിടെ ചെന്നിട്ട് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തു. ഇനി രജിസ്റ്റർ ചെയ്ത് സൈനൊക്കെ ഇട്ടിട്ട് നമുക്ക് കയാക്കിങ്ങിന് പോകാം. ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എവിടെ? വർക്കലയിൽ. അപ്പം നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കണത്. ഞാൻ പാപ്പൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പാപ്പ ഇത് ഇടുന്ന ഗുഡ് മോർണിംഗ്. എന്റെ അണ്ണനെ കാണിച്ചത്. അണ്ണ ഭയങ്കര ബിസിയാണ്. എവിടെ പോണ്? ചായയോ? അപ്പൊ കയാക്കിങ് ചെയ്യണ്ടേ? ആക്ച്വലി എന്ത് പറ്റി? ടൈം നൈസായിട്ടൊന്ന് പാളി. വാ, എന്ത് പറ്റി? 5 മിനിറ്റ് താമസിച്ചപ്പം ആൾക്കാര് നന്നായി. ഞാൻ അപ്പഴേ പറഞ്ഞ ചായ ചെറുതായിട്ടൊരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. സോറി. സമയം എത്രയായി? 7:17. ഞങ്ങൾക്ക് 7 മണിക്കായിരുന്നു സ്ലോട്ട്. ഞങ്ങളൊരു 17 മിനിറ്റ് ലേറ്റ് ആയുള്ളൂ. അതിനാണ് അവർ വെയിറ്റ് ചെയ്യാൻ പറയണത്. സോ ഞങ്ങൾ എന്നാ പോയി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. ഞാനല്ല ഗൈസ്, ഈ അണ്ണന് പണിയുള്ളത് കൊണ്ടാണ് ലേറ്റ് ആയത്. എന്നിട്ട് എന്നെ കുറ്റം പറയുന്നത്. ഡെലിവറിക്ക് പോയിക്കായിരുന്നു. ഡെലിവറി ചെയ്ത് എത്തത്തെങ്കിലും ലേറ്റ് ആയി. ഗൈസ് ആദ്യമായിട്ട് പണി ചെയ്യുന്നു. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പണി ചെയ്യുന്നു. ഓ, ഇവൻ പണി അതുകൊണ്ട് ജോലി ശരിക്കും പണിയെടുക്കുക. ഇനി ഒന്നും കുടിച്ചു കാണിക്കുക പിള്ള നിന്റെ ഗൈസ്കാരെ. ഞാൻ കുടിച്ചു കാണിക്കാം, പക്ഷെ ചൂടാ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഓ, ഒരു എക്സ്പ്രഷൻ ഇല്ല. കുടിച്ചില്ല, എക്സ്പ്രഷൻ ഇല്ലാത്ത ഗായ്സ്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുവാണ്. ഇവിടെ കുറേ പേരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പാപ്പറുണ്ട്, രഞ്ജിത്തുണ്ട്. അണ്ണ ഫ്രണ്ടിൽ ബാഗൊക്കെ ഇട്ട് സ്കൂൾ പിള്ളേരെ പോലെ പോകുന്നുണ്ട്. ഇനിയും ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഈ ഡ്രസ്സ് ഇതല്ലാതെ വേറൊരു ഡ്രസ്സ് എടുത്തിട്ടില്ല. ഇതൊക്കെ നനയോ എന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്. മലയാളികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന. ചെക്കന്മാരൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇതാണ് ഗായ്സ്, ഇവരെല്ലാവരും കയാക്കിങ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കയാക്കിങ് ചെയ്യാൻ നിൽക്കുന്നവരാണ്. ബോട്ടൊക്കെ ഇവിടെ ഉണ്ടോ? കയാക്കിങ് ചെയ്യുന്ന സാധനം എവിടെയാണോ? അതെ, ഇവിടെ കുറെ ഉണ്ട്. പക്ഷെ കുറെ എണ്ണം ഉള്ളിൽ പോയേക്കാണ്. അതൊക്കെ ഇനി വരണം. നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോണ ഏരിയ ഇവിടെ. ദേ പാപ്പൻ ഇവിടെ 2 പേർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നു. ഐ ഹാവ് ജസ്റ്റ് സ്വിച്ച്ഡ് മൈ ഗ്ലാസസ് ബ്രോ. കണ്ടില്ലേ? അണ്ണു എല്ലാം ആയി. പക്ഷെ നമുക്ക് തൊഴയാനുള്ള സാധനം മാത്രം കിട്ടിയില്ല. അതുകൊണ്ട് ദേ അണ്ണു ഇപ്പം അത് എടുക്കുകയാണ്. ഒരാൾക്ക് ഒരെണ്ണം. ഇത് ഈ 2 കൊണ്ട് പിന്നെ എവിടെ പോവാ? ഒരാൾക്ക് ഒരെണ്ണം. നമ്മളെ ഞാൻ പിന്നാണ് അത് പാപ്പന്റെ അല്ലേ? പിന്നെ എല്ലാം കൂടിയിട്ടുണ്ട്. കയാക്കിങ് ചെയ്യാൻ ഇത്ര ആൾക്കാരുണ്ട് ഗൈസ്. ഇനിയും കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലുണ്ട്. അണ്ണുദേ ബാഗ് ലാപ്പൊക്കെ ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
ഹിന്ദി ചേട്ടൻ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി ഈ സാധനത്തിന് പേര് ഇതിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവരെല്ലാം മാറി നമ്മൾ കയറണം. കിട്ടിയില്ലാതെ കരയരുത്. സേഫ് അല്ല. അടിയാണ്. ബാക്കിലേക്ക് നോക്കിയേ. ബാക്കിലേക്ക് ആൾക്കൂട്ടം നോക്കി. ഇവരെല്ലാരും കയാക്കിങ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കുറെ പേര് വരുന്നുണ്ട്. ഇതില് വേണം നമ്മള് കേറണം. ഗൈസ്, അങ്ങനെ നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആക്ച്വലി ഇത് ചെയ്ത് പരിചയമുണ്ട്. അണ്ണൂർ രഞ്ജിത്തും ഇവിടെയൊക്കെയോ ഉണ്ട്. അവരെ ഇനി കണ്ടുപിടിക്കണം. ഹലോ ഹായ് ഗായ്സ്. അണ്ണു അയ്യോ ഇപ്പൊ എനിക്കൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഈ സാധനം ഇങ്ങനെ ബെസ്റ്റ് നൈസ്. നല്ല വൃത്തിക്ക് കേക്കാം പാട്ട്. കുറച്ച് ഒച്ചത്തിൽ വെക്കേ. തള്ളി വിടുന്ന ഫേക്ക് ഫ്രണ്ട്സ്. അവര് തന്നെ ഫോട്ടോ എടുക്കുന്നു ഗൈസ്. ഫോട്ടോ അല്ല വീഡിയോ. എങ്കിൽ അത് ഫേക്ക് ഫ്രണ്ട്സ്. കണ്ടില്ലേ അണ്ണു കഷ്ടപ്പെട്ട തൊഴിയുന്നു. രഞ്ജിത്ത് ഫ്രണ്ടില് മറ്റേ സ്ലീപ്പർ ക്ലാസ്സില് പോണ പോലെ ഇരിക്കുന്നു. നമ്മുടെ വ്ളോഗർ തൊരഞ്ഞോണ്ടിരിക്കുന്നു ഗൈസ്. കഴിഞ്ഞല്ലോ. ഇതോ ആ ഇരിക്കുന്ന ഭയ്യാട്ടോ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരുന്നേ. ഗായ്സ്, നമ്മളപ്പം കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഈ പാപ്പനുണ്ട്. അണ്ണുവും രഞ്ജിത്തും ഇപ്പോഴും അവിടെ കിടക്കുക. ഇനി എപ്പോൾ വരും എന്നറിയില്ല. രഞ്ജിത്ത് നായർ എന്നെ വാട്സപ്പിൽ സ്നാപ്ചാറ്റിൽ വീഡിയോ കോൾ ചെയ്യുന്നു. എന്തിനാണോ എന്തോ. അപ്പോൾ രഞ്ജിത്ത് നായർ എന്നെ അവർ ഒരു അതിൻ്റെ ഇടയിൽ പെട്ടിടക്കുന്നത് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഇപ്പോൾ ഉടനെങ്ങാനും വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനും പാപ്പൻ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്കതേ എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ പാപ്പൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്. ഞാനൊന്ന് പോസ്റ്റ് ചെയ്ത് കുറച്ച് സ്റ്റോറി ഒക്കെ ഇടാനായിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ക്ലാസ്സിന് ട്രെയിനിങ് കൊടുക്കുക കേട്ടോ. ഒരു ക്യൂട്ടി. ഇവനെ കൊണ്ടാണ് ഈ ലേഡി പോണത്. വയ്യ പറഞ്ഞു കൊടുക്കണുണ്ട്. അതുകൊണ്ടൊക്കെ അടുത്ത ബാച്ച് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നവർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജെവിൻ വാഴക്കയും രഞ്ജിത്തും വന്ന് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 1 മണിക്കൂറായി. ഇവർ ഇത്രയും നേരം എടുത്ത് വരാനായിട്ട്. കണ്ടില്ലേ രഞ്ജിത്ത് കടമ്പ് നല്ല എൻജോയ് ചെയ്ത് പോണ് തിരിച്ച്. ഇത് എങ്ങോട്ടാണോ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കയാക്കിംഗ് എക്സ്പീരിയൻസ്? അത്ര ഞാനും തുഴഞ്ഞു കേട്ടാ. ഇറ്റ് വാസ് നല്ലതായിരുന്നു ഗൈസ്. കുറച്ച് 1 അവറിന് മേലെ നമുക്ക് കിട്ടി. നമ്മൾ തുഴഞ്ഞു. അതിനടുത്ത് ആമ്പലിന്റെ എന്തായിരുന്നു അതിന്റെ അതൊക്കെ ഉണ്ടായിരുന്നു. ആമ്പലില്ലായിരുന്നു. ആമ്പലിന്റെ മറ്റേ ഇലയും അതും എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ നമ്മള് പോയി. നല്ല രസം ഉണ്ടായിരുന്നു. നൈസ് എക്സ്പീരിയൻസ്. അത് നമ്മൾ ഇത്ര രാവിലെ ചെയ്തോണ്ട് ഭയങ്കര ഇനി ജെവിൻ വാഴക്കയോട് രഞ്ജിത്തിനോട് ചോദിക്കണം അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കേറി വരുന്നതേ ഉള്ളാണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കേറി വരുന്നുണ്ട്. ജെവിൻ വാഴക്ക എങ്ങനെ ഉണ്ടായിരുന്നു? ജെവിൻ വാഴക്ക പറയൂ. അടിപൊളി. ഫസ്റ്റ് ടൈം ആണോ? ശരിയാ. മുംബൈയിൽ അവിടെ കയാക്കിംഗ് അല്ലേ? കാണുമായിരിക്കും. ബാംഗ്ലൂരുള്ളപ്പോ മുംബൈയിലായിരിക്കും. അങ്ങനെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. എന്ത്
ഞങ്ങളിവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു ഗായ്സ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ബാംഗ്ലൂരുള്ളവരെല്ലാം ഇവിടെ വന്ന് എന്താ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സ്ഥലത്തിന്റെ പേരെന്തുവാ? ബാംഗ്ലൂർ കയാക്കിംഗ് ക്ലബ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തോ നമ്മൾ വന്ന സ്ഥലത്തിന്റെ പേരെന്നാ? എല്ലാ ഇവിടെ വരുന്നവർക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വന്നു എക്സ്പീരിയൻസ് ചെയ്യൂ. നല്ല സർവീസ് ആണ് ഇവിടുത്തെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.